ഇന്ന് ഈ വീഡിയോ കാണാൻ നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് എങ്കിൽ അതൊരു യാദർശികതയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് കടുത്ത പരാജയങ്ങളിലൂടെയോ നിരാശയിലൂടെയോ ആകാം. ചുറ്റുമുള്ളവർ നിങ്ങളെ തള്ളി പറയുമ്പോൾ സ്വന്തം കഴിവിലിട്ട് നിങ്ങൾ തന്നെ സംശയിക്കുന്ന നിമിഷങ്ങളുണ്ടാകാം. പക്ഷേ ഒന്ന് ഓർക്കുക, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങളും നിങ്ങളുടെ പുറത്തുള്ളതല്ല, അത് നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ മനസ്സാണത്. മനസ്സ് ജയിച്ചാൽ ജീവിതം ജയിക്കും. ഈ ഒരു വാചകം വെറും ഒരു മോട്ടിവേഷൻ കോട്ടല്ല, ഇതൊരു പ്രപഞ്ച സത്യമാണ്. നിങ്ങളുടെ മനസ്സിനെ തോൽപ്പിക്കാൻ പുറത്തുള്ള ഒരു ശക്തിക്കും കഴിയില്ല, നിങ്ങൾ സ്വയം കീഴടങ്ങുന്നത് വരെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും വാക്കുകളെ കുറിച്ചല്ല, മനസ്സിന്റെ ശക്തി കൊണ്ട് ലോകം കീഴടക്കിയ മനുഷ്യരെ കുറിച്ചാണ്. അതെ, ഇന്ന് ഹോളിവുഡിലെ ഏറ്റവും വലിയ ആക്ഷൻ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളായ സിൽവസ്റ്റർ സ്റ്റാലോൺ, റോക്കി എന്നും റാംബോ എന്നും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആ കരുത്തൻ. എന്നാൽ അദ്ദേഹത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ജനന സമയത്തുണ്ടായ ഒരു മെഡിക്കൽ അശ്രദ്ധ കാരണം അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ഇടതുഭാഗത്തെ നാഡികൾ തളർന്നുപോയി. സംസാരിക്കുമ്പോൾ വാക്കുകൾ കുഴഞ്ഞു പോകുന്ന രീതിയിൽ മുഖത്തിന്റെ ഒരു വശം ചലനമില്ലാത്തൊരു കുട്ടി. കുട്ടിക്കാലം മുഴുവൻ ആ പരിഹാസങ്ങൾ അദ്ദേഹം കേട്ടു. നിനക്കൊന്നിനും കൊള്ളില്ല, നിന്റെ സംസാരം ശരിയല്ല എന്ന് ലോകം മുഴുവൻ പറഞ്ഞു. യൗവനത്തിലേക്ക് കടന്നപ്പോൾ നടനാകണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ന്യൂയോർക്കിലെ ഒട്ടുമിക്ക പ്രൊഡക്ഷൻ കമ്പനികളുടെയും വാതിലുകൾ അദ്ദേഹം മുട്ടി. എല്ലാവരും ആ മുഖവും സംസാരം കണ്ട് അദ്ദേഹത്തെ ഇറക്കി വിട്ടു. ഒന്നല്ല, രണ്ടല്ല, ദാരിദ്ര്യമാണെങ്കിൽ അതിന്റെ അങ്ങേയറ്റ അവസ്ഥയിലെത്തി. കയ്യിൽ ഒരു രൂപ പോലുമില്ല. തണുത്തുറഞ്ഞ ന്യൂയോർക്കിലെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ലൈബ്രറികളിൽ പോയി ഇരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഒടുവിൽ സ്വന്തം ഭാര്യയ്ക്ക് ഭക്ഷണം വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ട് ജീവന് തുല്യം സ്നേഹിച്ച തന്റെ വളർത്തുനായിയെ വെറും $25 ഒരു അപരിചിതന് വിൽക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. ഒരു മനുഷ്യന് വരാവുന്ന ഏറ്റവും വലിയ മാനസിക തകർച്ചയായിരുന്നു അത്. കരഞ്ഞുകൊണ്ട് തകർന്ന മനസ്സോടെ അദ്ദേഹം നടന്നു നീങ്ങി. പക്ഷേ സ്റ്റലോണിന്റെ മനസ്സ് തോറ്റിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് മുഹമ്മദ് അലിയുടെ ഒരു ബോക്സിംഗ് മത്സരം അദ്ദേഹം ടിവിയിൽ കാണുന്നത്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം തുടർച്ചയായി 3 ദിവസം കൊണ്ട് ഒരു തിരക്കഥ എഴുതി തീർത്തു. അതിന്റെ പേരായിരുന്നു റോക്കി. ആ സ്ക്രിപ്റ്റുമായി പ്രൊഡ്യൂസർമാരെ കണ്ടപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടു. അവർ ആ സ്ക്രിപ്റ്റിന് വലിയൊരു തുക ഓഫർ ചെയ്തു. എന്നാൽ സ്റ്റലോൺ ഒരു നിബന്ധന വെച്ചു: ഈ സിനിമയിലെ നായകൻ ഞാനായിരിക്കണം. പ്രൊഡ്യൂസർമാർ ചിരിച്ചു. ഈ മുഖം വെച്ച് നീ നായകനാകാനാണോ? നടക്കില്ല. അവർ ഓഫർ തുക കൂട്ടി. $1,00,000, $2,00,000, ഒടുവിൽ $3,50,000 വരെ ഓഫർ ചെയ്തു. അന്ന് പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനത് ചിന്തിക്കാൻ പോലും പറ്റാത്ത തുകയാണ്. പക്ഷേ സ്റ്റലോൺ പറഞ്ഞു, നോ, ഞാനല്ലെങ്കിൽ ഈ സിനിമ ഇല്ല. തന്റെ മനസ്സിന്റെ ഉറപ്പിൽ അദ്ദേഹം ഉറച്ചു നിന്നു. ഒടുവിൽ പ്രൊഡ്യൂസർ സമ്മതിച്ചു. പക്ഷേ വളരെ ചെറിയൊരു തുക മാത്രം നൽകി. സ്റ്റലോനെ നായകനാക്കി. പണം കിട്ടിയ ഉടനെ സ്റ്റലോൺ ചെയ്തത് എന്താണെന്ന് അറിയാമോ? തന്റെ നായയെ വിറ്റ കടയുടെ മുന്നിൽ ദിവസങ്ങളോളം കാത്തിരുന്നു. ഒടുവിൽ ആ നായയെ $15,000 കൊടുത്ത് അദ്ദേഹം തിരികെ വാങ്ങി. അതിനുശേഷം സംഭവിച്ചത് ചരിത്രമാണ്. റോക്കി റിലീസ് ചെയ്തു. അത് ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായി മാറി. 10 ഓസ്കാർ നോമിനേഷനുകൾ നേടി. സ്റ്റലോൺ ലോകം അറിയപ്പെടുന്ന ഒരു സൂപ്പർ സ്റ്റാറായി. ആലോചിച്ച് നോക്കൂ, രൂപമില്ലാത്ത, പണമില്ലാത്ത, ലോകം മുഴുവൻ തള്ളിപ്പറഞ്ഞ ആ മനുഷ്യനെ എങ്ങനെ ജയിച്ചു? ആ പ്രൊഡ്യൂസർമാർ ലക്ഷങ്ങൾ വെച്ച് നീട്ടിയപ്പോൾ തന്റെ ദാരിദ്ര്യത്തിന് മുന്നിൽ അദ്ദേഹം മനസ്സുമടുത്ത് ആ സ്ക്രിപ്റ്റ് വിറ്റിയിരുന്നെങ്കിൽ ഇന്ന് സിൽവസ്റ്റർ സ്റ്റലോൺ എന്ന ഇതിഹാസം ഉണ്ടാകുമായിരുന്നില്ല. ലോകം അദ്ദേഹത്തിന്റെ ശരീരത്തെയോ സാഹചര്യങ്ങളെയോ അല്ല തോൽപ്പിച്ചത്, മറിച്ച് തന്റെ മനസ്സിനെ തോൽപ്പിക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല എന്നതാണ് സത്യം. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യേണ്ടത്? വെറുതെ വിചാരിച്ചാൽ മാത്രം പോരാ, അതിന് ചില പ്രായോഗിക വഴികളുണ്ട്. ഫസ്റ്റ് വൺ, ചേഞ്ച് സെൽഫ് ടോക്ക്. സ്വയം സംസാരിക്കുന്നത് മാറ്റുക. എനിക്ക് കഴിയില്ല, ഞാൻ പരാജയപ്പെടും എന്ന വാക്കുകൾ മാറ്റുക. പകരം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇത് മറികടക്കുമെന്ന മനസ്സിനോട് പറയുക. സെക്കൻഡ്, കൺട്രോൾ യുവർ എൻവയറൺമെന്റ്. പരിസ്ഥിതിയെ നിയന്ത്രിക്കുക എന്നതാണ്. നിങ്ങളെ എപ്പോഴും തളർത്തുന്ന നെഗറ്റിവിറ്റി മാത്രം പറയുന്ന സുഹൃത്തുക്കളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. തേർഡ്, റീഫ്രെയിം ഫെയിലിയേഴ്സ്. പരാജയങ്ങളെ റീഫ്രെയിം ചെയ്യുക. പരാജയം എന്നാൽ അവസാനമല്ല, അത് നിങ്ങൾ തിരുത്തേണ്ട ഒരു പാഠം മാത്രമാണ്.
സ്റ്റെലോൺ തന്റെ ആയിരക്കണക്കിന് റിജക്ഷനുകൾ ഒരു പാഠമായാണ് കണ്ടത്. നിങ്ങളുടെ തലച്ചോറിൽ ഞാൻ ഇന്നൊരു വിത്ത് പാകിയിട്ടുണ്ട്. പക്ഷേ ആ വിത്ത് വളർന്ന് വലിയൊരു വൃക്ഷമാകണമെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ പ്രവർത്തിക്കണം. നിങ്ങളുടെ പോരാട്ടം മറ്റുള്ളവരോടല്ല, ഇന്നലത്തെ നിങ്ങളോടാണ്, നിങ്ങളുടെ മടിയോടാണ്, നിങ്ങളുടെ ഭയത്തോടാണ്. ഓർക്കുക, ഈ ലോകത്ത് ഒന്നിനും നിങ്ങളെ തളർത്താൻ കഴിയില്ല. കാരണം മനസ്സ് ജയിച്ചാൽ ജീവിതം ജയിക്കും. നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളുടെ മനസ്സിനെ ജയിപ്പിക്കാൻ തയ്യാറാണോ? എങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, ഞാൻ എൻ്റെ മനസ്സിനെ ജയിപ്പിക്കും, ഞാൻ വിജയിക്കും. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും കാണാം. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഇൻസ്പയർ, സ്പാർക്ക് മൈൻഡ്.